460. ഇത് പിടി മലയാളി പിടി പിടിച്ചോ. ഇത് ബാക്കി വേണ്ട വെച്ചോ. ഇത് നിങ്ങൾ 4 ആളും കൂടെ എടുക്കട്ടെ. സുഹൃത്തുക്കളെ, സമയം ഇപ്പോൾ ഏകദേശം 9 മണിക്കാണ്. വളരെ സജീവമായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു ടീമിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഇപ്പോൾ ഇത്? ഹായ്, എന്തൊക്കെയുണ്ട്? സുഖല്ല, എന്താ വിശേഷം? അതാരാണ്? ഒരു കൊച്ചു മിടിക്കണ്ടല്ലോ കച്ചവടത്തിൽ തന്നെ ആണോ? ഓക്കെ, ഇതിൻ്റെ ഓണർ ആരാ? എല്ലാവരും കൂടെയാണ്. ഓക്കെ, പേര് പറയും. ഫാത്തിമ ഹാനിയ, ഫൈഹ മറിയം, ഓ ഫഹീം അഹമ്മദ്, ജല ഫാത്തിമ. ആണോ? അല്ല, ഇപ്പോൾ സമയം ഏകദേശം 8-9 മണിയായല്ലോ. എപ്പോൾ തുടങ്ങി കച്ചവടാ? എപ്പോഴാ പറയും? 10 മണി. 10 മണിക്ക് തുടങ്ങുമോ? അപ്പൊ ബ്രേക്ക് ഒന്നുമില്ല? 2 മണിക്ക് നിർത്തും. 2 മണിക്ക് നിർത്തും. പിന്നെ എന്നിട്ട് പറയും പിന്നെ 4 മണിക്ക് വീണ്ടും നടക്കും. 4 മണിക്ക് വീണ്ടും തുടങ്ങും. എന്നിട്ട് എത്ര മണി വരെ? 9:30. പുഡിംഗ് ഉണ്ട്, കേക്ക് ഉണ്ട്. പിന്നെ ജ്യൂസ്, പുഡിംഗ്, കേക്ക്. ഇതെന്താ സാധനം? ഓ, മാംഗോ കേക്കോ? എന്ന് പറഞ്ഞ രാത്രി കച്ചവടം ചെയ്യാൻ കാരണം? രാത്രിയാണ് കൂടുതൽ കസ്റ്റമർ. വീട് ഏതാ? ആ വീടാ? ആ വീടാണ് അല്ലേ? അപ്പൊ ഇതായിരുന്നു വീട് ഈ സൗകര്യം ചെയ്തെന്ന്? നല്ല സ്നേഹമുള്ള അയൽവാസികളാ തോന്നുന്നു. കാരണം ഒരു മെയിൻ സ്ഥലത്ത് ഇങ്ങനെ വിശാലമായ സൗകര്യം ഏർപ്പെട്ടു. പ്രൊഡക്റ്റാ? മേമോ? നിന്റെ ഉമ്മാന്റെ പ്രോഡക്റ്റ് അല്ല? നിന്റെ ഉമ്മ ഉണ്ടാക്കണ ആണോ? ഉമ്മ വീട്ടിലുണ്ടാക്കണാണ്. ഇതിന് പേരുണ്ടോ? ബ്രാൻഡിന് എന്താ പേര്? ആണോ? ഓ, അപ്പൊ ഇത് ഇത്രയും ബാലൻസോ? നിനക്ക് കിട്ടുന്ന പൈസ എന്താ ചെയ്യാറുള്ളത്? എടുത്തേക്കും. മറ്റാളോ? എടുത്തേക്കുള്ള ഗുണം എന്താ പറയുക? ഒരുപാട് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുക അല്ലേ? ശരിയല്ലേ? നല്ല എക്സ്പീരിയൻസ് കിട്ടും. ഒന്നാമത് സെയിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. രണ്ടാമത് അക്കൗണ്ട്സ്, പൈസ എങ്ങനെ കൈകാര്യം ചെയ്യണോ. മൂന്നാമത് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്, എങ്ങനെ പറയാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും എന്നുള്ളത്, അതൊക്കെ അങ്ങ് മെച്ചല്ലേ? അതൊക്കെ ക്ലാസ്സിൽ മാത്രം ഇരുന്നാൽ കിട്ടുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഏതാ ഏറ്റവും ടേസ്റ്റുള്ള സാധനം? ഏതാ? ഒക്കെ ടേസ്റ്റ്? അത് വെറുതെ എല്ലാം ടേസ്റ്റോ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഭയങ്കര ടേസ്റ്റ് പറയാൻ കാരണം? നിങ്ങളെ സാധനം ആകുമ്പോൾ നിങ്ങൾ ടേസ്റ്റ് എന്നല്ല പറയാ? അല്ല, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കും. ടേസ്റ്റ് ഇല്ലെങ്കിൽ പൈസ തരൂല. അത് സമ്മതമാണോ? ഞാൻ ഏതെങ്കിലും ഒരു സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കും, ടേസ്റ്റ് ഇല്ലെങ്കിൽ പൈസ തരൂല. സമ്മതമാണോ? അല്ലേ? ഉറപ്പാ? ഒരു ഗ്യാരണ്ടി. ഭയങ്കര ടേസ്റ്റാണ്. ഇളനീർ പുഡിംഗ് അല്ലേ അത്? ഇളനീർ കേക്ക്. അപ്പം മറക്കാണ് ഞാൻ. ഇളനീർ കേക്ക് ഉമ്മ കച്ചവടാ? എവിടേക്കൊക്കെ ഓർഡർ ഉണ്ട്? പല സ്ഥലത്തേക്കും ഉണ്ടല്ലേ? അപ്പോൾ ഉമ്മ പഠിച്ചതാ അത്? എങ്ങനെ? യൂട്യൂബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിപ്പോൾ പൈസ എന്താ ചെയ്യാ സുധാറാ? പൈസ ഒരിക്കലും മോശമല്ല. ഇപ്പോൾ പറഞ്ഞ് കറക്റ്റാണ്. അത്രയും ടേസ്റ്റ് ഉണ്ട്. സുധാരായിട്ട് ടേസ്റ്റ് ചെയ്യട്ടെ. നോട്ടെ എന്താ ശരി? അടിപൊളിയാ? സൂപ്പറാണല്ലേ? ഓക്കെ. നിങ്ങൾ കഴിക്കലുണ്ടോ നിങ്ങളെ സാധനം? ഈ വീട്ടിൽ കുട്ടികളുണ്ടോ? ആരില്ല? വലിയ ആൾക്കാരുള്ളൂ? ഈ കൂടുതൽ നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം ഏതാ ഇതിൽ? നിനക്കോ? ഓർക്കൊന്ന് കൊടുക്ക്. എൻ്റെ വക ഒന്ന് കൊടുക്ക്. ഓക്കെ, ഇഷ്ടപ്പെട്ട സാധനം കൊടുക്ക്. ഉറപ്പം തന്നെ കഴിക്കണം. വേഗം കൊടുക്ക്. ഏതാ നിനക്ക്? ഏതാ വേണ്ടത്? വേഗം പറയും. നേരല്ല. ആ, പുഡിങ് കൊടുക്ക്. വേഗം കൊടുക്ക്. ഒരു പുഡിങ് കൊടുക്ക്. ആ കൊച്ചു മിടിക്ക് കൊടുക്ക്. അവിടെ ഇരുന്ന് കഴിക്ക്. ആയി എന്താ ഇപ്പോഴും ഭയങ്കര സ്പീഡാട്ടോ. മാഷാ അല്ലാ, കച്ചവടം പഠിച്ച ആൾക്കാരാ. അമ്മമാക്ക് ഒന്ന് കൊടുക്ക്. അമ്മമ്മ കൊടുക്ക്. ഒന്ന് കൊടുക്ക്. വേഗം കൊടുക്ക്. നല്ല കഴിച്ചോ? ഓ, സുധാര തീർത്തു. അത് ചോദിക്ക്. കഴിക്ക്. ഒന്ന് നോക്കി കൊടുക്ക്. വേഗം കഴിക്ക്. നേരില്ല, സമയമില്ല. കഴിക്ക്. കഴിക്ക്. ഇനി ഇതൊന്നും എടുക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ? ഏതായാലും മതി, എടുക്ക്. അപ്പൊ സുധാര, മലയാളിമാർ ഇന്നത്തെ കച്ചവടം ആർക്കുള്ള? മലയാളിമാർക്കുള്ള. 230. മലയാളിമാർ കഴിച്ചു 230. അപ്പൊ ടോട്ടൽ എത്ര? 460. ടോട്ടൽ എത്ര? 460. ഓക്കെ. എന്താ പറഞ്ഞേ? അതെന്താ 400 എന്നാ മതി പറഞ്ഞേ? കുറച്ചാ?
ഭയങ്കര സംഭവം കേട്ടാ. 460. ഇത് പിടി മലയാളി പിടി, പിടിച്ചോ. ഇത് ബാക്കി വേണ്ട വെച്ചോ. ഇത് നിങ്ങൾ 4 ആളും കൂടെ എടുക്കട്ടാ, വെച്ചോളി. 4 ആളും എടുക്കട്ടാ. അപ്പോൾ ഇത് കടങ്ങാത്തുകൊണ്ട് ഹീൽ ഫിസിയോതെറാപ്പിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. വെക്കേഷൻ വരെ എന്തായാലും ഉണ്ടാവില്ല, കയ്യോളം ഉണ്ടാ. ഏറെ ഉഷാറായിട്ട് നല്ല പഠിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.